ഫയൽ എക്സ്റ്റൻഷൻസ് എന്ന ഈ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി പ്രോഗ്രാമിനുള്ള ഇൻപുട്ട് ഫയലുകൾ തയ്യാറാക്കുവാൻ പഠിക്കും. ഗെയിംസ്, ഗോസിയൻ, മോപാക്, NWChem തുടങ്ങിയവ. ഗെയിംസ്, ഗോസിയൻ എന്നീ സോഫ്റ്റ്വെയറുകളിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഫയലുകൾ ഉപയോഗിച്ച് മോളിക്കുലർ ഓർബിറ്റൽസ്, കാൽക്കുലേറ്റഡ്, IR സ്പെക്ട്രം എന്നിവ കാണുക. ഇവിടെ ഉബുണ്ടു ലിനക്സ് OS പതിപ്പ് 14.04, അവഗാഡ്രോ പതിപ്പ് 1.1.1 എന്നിവ ഉപയോഗിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് അവഗാഡ്രോ ഇന്റർഫേസ് പരിചിതമായിരിക്കണം. ഇല്ലെങ്കിൽ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ട്യൂട്ടോറിയലിനായി ആവശ്യമായ ഉദാഹരണം കോഡ് ഫയലുകളിൽ നൽകിയിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ സേവ് ചെയ്യുക. ഇവിടെ അവഗാഡ്രോ വിൻഡോ തുറന്നു. ബിൽഡ് മെനുവിൽ നിന്ന് ഇൻസെർട്ട് ഫ്രാഗ്മെന്റ് ലൈബ്രറി ഉപയോഗിച്ച് ഒരു ബെൻസീൻ മോളിക്യൂൾ ലോഡ് ചെയ്യുക. ടൂൾബാറിൽ നിന്നും ഓട്ടോ ഒപ്റ്റിമൈസേഷൻ ടൂൾ ഉപയോഗിച്ച് ജിയോമെട്രി ഒപ്റ്റിമൈസ് ചെയ്യുക. എക്സ്റ്റൻഷൻസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അവഗാഡ്രോ ഉപയോഗിച്ച് ക്വാണ്ടം കോഡ് പോലുള്ള ഇൻപുട്ട് ഫയലുകൾ നമുക്ക് തയ്യാറാക്കാം. ഉദാഹരണം ഗെയിംസ്, ഗോസിയൻ, മോൾപ്രോ, മോപാക്, QChem മുതലായവ. ഗോസിയൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഗ്രാഫിക്കൽ ഡാറ്റ ഇൻപുട്ട് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഗോസിയൻ പ്രോഗ്രാമിനായി ഇൻപുട്ട് ഫയൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് കാണിച്ചു തരാം. ഡയലോഗ് ബോക്സിൽ കാണിച്ചിരിക്കുന്ന ആവശ്യമായ ഫീച്ചറുകൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. അവഗാഡ്രോ എന്നതിന് മോളിക്കുലർ ഓർബിറ്റൽസ് കണക്ക് കൂട്ടുവാൻ കഴിയില്ല. ബെൻസീൻ മോളിക്യൂളിലെ മോളിക്കുലർ ഓർബിറ്റലുകൾ കാണുവാൻ നമുക്ക് ഇൻപുട്ട് ഫയൽ ഉണ്ടാക്കാം. ഗോസിയൻ ഇൻപുട്ട് ഡയലോഗ് ബോക്സിൽ Benzene-MO എന്ന പേരിൽ ടൈപ്പ് ചെയ്യുക. കാൽക്കുലേഷൻ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഫ്രീക്വൻസീസ് തിരഞ്ഞെടുക്കുക. പ്രോസസ്സേഴ്സ് 1 ആയി, തിയറി B3 LYP 631G D എന്നത് ബേസിസ് സെറ്റായി, ചാർജ് 0, മൾട്ടിപ്ലിസിറ്റി 1, ഔട്ട്പുട്ട് എന്നത് സ്റ്റാൻഡേർഡ്. ഫോർമാറ്റ് കാർട്ടീസിയൻ. ചെക്ക് പോയിന്റ് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സിന്റെ ചുവടെയുള്ള ഇൻപുട്ട് ഫയലിൽ പ്രിവ്യൂ കാണുവാൻ സാധിക്കും. നിങ്ങൾ ഓപ്ഷനുകൾ മാറ്റിയതോടെ ഇത് അപ്ഡേറ്റ് ചെയ്യാം. ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ഇൻപുട്ട് ഡെക്ക് എന്ന ഡയലോഗ് ബോക്സ് തുറക്കുന്നു. സൃഷ്ടിക്കപ്പെട്ടത് ഗോസിയൻ ഇൻപുട്ട് ഫയൽ .com എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യുക. ഫയൽ നെയിം ബെൻസീൻ എന്ന് ടൈപ്പ് ചെയ്യുക. ലൊക്കേഷനിൽ ഡെസ്ക്ടോപ്പ് എന്നായി തിരഞ്ഞെടുക്കുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഫയൽ ഡെസ്ക്ടോപ്പിൽ Benzene.com എന്ന പേരിൽ സേവ് ചെയ്യുക. gedit ഉപയോഗിച്ച് ഫയൽ തുറക്കാം. ഇപ്പോൾ ഗോസിയൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനുള്ള ഇൻപുട്ട് ഫയലുകൾ ഈ ഫയലിൽ ഉപയോഗിക്കാം. ഗോസിയൻ സോഫ്റ്റ്വെയർ എന്നതിനെക്കുറിച്ച് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിക്കുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഗോസിയൻ. ഗോസിയൻ INC നിർമ്മിച്ച കൊമേഴ്ഷ്യൽ ലൈസൻസ് ഉള്ള സോഫ്റ്റ്വെയർ ആണ്. കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. അവഗാഡ്രോ വിൻഡോയിലേക്ക് മടങ്ങുക. ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഗെയിംസ് പ്രോഗ്രാമിനായി ഒരു ഇൻപുട്ട് ഫയൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ വിൻഡോ തുറക്കുക. ടൂൾസ് മെനുവിൽ നിന്നും ന്യൂ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഡ്രോ ടൂൾ ഉപയോഗിച്ച് ഒരു ജലതന്മാത്ര നിർമ്മിക്കുക. ഓക്സിജനിലേക്ക് എലിമെന്റ് മാറ്റുക. പാനലിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോ ഒപ്റ്റിമൈസേഷൻ ടൂൾ ഉപയോഗിച്ച് ജിയോമെട്രി ഒപ്റ്റിമൈസ് ചെയ്യുക. എക്സ്റ്റൻഷൻസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സബ് മെനുവിൽ നിന്നും ഗെയിംസ്, ഇൻപുട്ട് ജനറേറ്റർ എന്നിവ തിരഞ്ഞെടുക്കുക. ഗെയിംസ് ഇൻപുട്ട് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ബേസിക് സെറ്റപ്പ്, അഡ്വാൻസ്ഡ് സെറ്റപ്പ് എന്നീ 2 ടാബുകൾ ഉണ്ട്. നമ്മൾ ഗോസിയൻ ഇൻപുട്ട് ഫയലിൽ ചെയ്തതുപോലെ ആവശ്യമുള്ള വിവരങ്ങൾ പൂരിപ്പിക്കുക. ബേസിക് സെറ്റപ്പിന് കീഴിൽ നമ്മൾ കാൽക്കുലേറ്റ് എന്ന ഫീൽഡിൽ ഇക്വിലിബ്രിയം ജിയോമെട്രി തിരഞ്ഞെടുക്കുന്നു. വേവ് ഫംഗ്ഷൻ നിർണ്ണയിക്കുവാനുള്ള അപ്രോക്സിമേഷൻ മെത്തേഡ് RHF, റെസ്ട്രിക്റ്റഡ് ഹാർട്ടി, ഫോക്ക് ആണ്. വാട്ടർ ഒരു ചെറിയ മോളിക്യൂൾ ആയതിനാൽ നമ്മൾ 631G DP എന്നത് ബേസിസ് സെറ്റായി സെലക്ട് ചെയ്യുന്നു. എല്ലാ ഇലക്ട്രോണുകളും പെയർ ആയതിനാൽ ഗ്യാസ് ഫേസ് സിംഗിളറ്റ് ആണ്. വെള്ളം ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്, അതിനാൽ
ചാർജ് ന്യൂട്രൽ ആയിരിക്കും. ഒപ്റ്റിമൈസേഷൻ കൺട്രോൾ ചെയ്യുന്ന കൂടുതൽ പാരാമീറ്ററുകൾക്കായി അഡ്വാൻസ്ഡ് സെറ്റപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫംഗ്ഷനുകളുടെ സെറ്റ് ചേഞ്ച് ചെയ്യുവാൻ ബേസിസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ എന്നത് water-mo എന്ന പേരിൽ ടൈപ്പ് ചെയ്യുക. പോയിന്റ് ഗ്രൂപ്പ് CNV എന്നാക്കി മാറ്റുക. ഓർഡർ ഓഫ് പ്രിൻസിപ്പൽ ആക്സിസ് 2 എന്നാക്കി മാറ്റുക. ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ട് പാരാമീറ്റർസ് അതേപോലെ വിടുന്നു. ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ഇൻപുട്ട് ഡെക്ക് തുറക്കുന്നു. ഡിഫോൾട്ട് ആയി ഫയൽ എക്സ്റ്റൻഷൻ .inp ആണ്. ഫയൽ നെയിം വാട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ഫയൽ ലൊക്കേഷൻ ഡെസ്ക്ടോപ്പ് ആയി തിരഞ്ഞെടുക്കുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗെയിംസ് ഇൻപുട്ട് ഫയൽ water.inp ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. ഗെയിംസ് എന്നതിനെക്കുറിച്ച് ഗെയിംസ് എന്നത് സൂചിപ്പിക്കുന്നത് ജനറൽ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഇലക്ട്രോണിക് സ്ട്രക്ചർ സിസ്റ്റം ആണ്. ഇത് ഒരു അബ് ഇനിഷ്യോ ക്വാണ്ടം കെമിസ്ട്രി പാക്കേജ് ആണ്. അക്കാദമിക്, ഇൻഡസ്ട്രിയൽ യൂസേഴ്സിന് യാതൊരു വിധത്തിലും ഇത് ലഭിക്കുന്നില്ല. ഇൻസ്റ്റാളും ഡൗൺലോഡും സംബന്ധിച്ച വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഇപ്പോൾ ഗെയിംസ്, ഗോസിയൻ എന്നീ പ്രോഗ്രാമുകൾക്കായി നമ്മൾ ഇൻപുട്ട് ഫയലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഇൻപുട്ട് ഫയലുകൾ ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ ലോഡ് ചെയ്യുവാൻ തയ്യാറാണ്. വ്യൂവേഴ്സ് ശ്രദ്ധിക്കുക, ഗോസിയൻ ഒരു കമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. ഇൻപുട്ട് ഫയൽ ലോഡ് ചെയ്യുന്നതിനായി ഇന്റർഫേസ് കാണിക്കുവാൻ എനിക്ക് കഴിയില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗെയിംസ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. താൽപര്യക്കാർക്ക് തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുവാൻ കഴിയും. ഔട്ട്പുട്ട് ഫയൽ സൃഷ്ടിക്കുവാൻ ഇൻപുട്ട് ഫയൽ ലോഡ് ചെയ്യുക. എനിക്ക് ഡെസ്ക്ടോപ്പിൽ ചില ഫയലുകളും ഗോസിയൻ ആൻഡ് ഗെയിംസ് ഉണ്ട്. ഈ ട്യൂട്ടോറിയലിനൊപ്പം ഞാൻ ഫയലുകളും കോഡ് ഫയലുകളും നൽകിയിട്ടുണ്ട്. അവഗാഡ്രോവിൽ ഈ ഔട്ട്പുട്ട് ഫയലുകൾ നമുക്ക് കാണാവുന്നതാണ്. ഒരു പുതിയ അവഗാഡ്രോ വിൻഡോ തുറക്കുക. ടൂൾബാറിൽ ഓപ്പൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ സ്ഥാനത്തേക്ക് നാവിഗേറ്റ് ചെയ്യുക. Benzene.log തിരഞ്ഞെടുക്കുക. ഫയൽ തുറക്കുന്നു. പാനലിലെ ബെൻസീൻ സ്ട്രക്ചർ കാണുവാൻ കഴിയും. ഗോസിയൻ ഉപയോഗിച്ച് Benzene.log ജനറേറ്റ് ചെയ്തു. മോളിക്യുലർ ഓർബിറ്റൽസ്, CH, ബോണ്ട് സ്ട്രെച്ചിങ് എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്നു. ചിലപ്പോൾ ലോഗ് ഫയൽ ഓർബിറ്റൽ വിവരങ്ങൾ കാണിക്കില്ല. അങ്ങനെയുള്ള അവസരത്തിൽ കോഡ് ഫയലിൽ നൽകിയിരിക്കുന്ന .fchk ഫയൽ തുറക്കുക. ഓർബിറ്റൽസ് കാണുന്നതിന് ലിസ്റ്റിൽ നിന്നും ഓർബിറ്റൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓർബിറ്റൽസ് ഡിസ്പ്ലേ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്പ്ലേ ടൈപ്പുകളിൽ സർഫസസ് ഓപ്ഷൻ സമീപമുള്ള സ്പാനർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. സർഫസ് സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് ഒപ്പാസിറ്റി മാറ്റുവാൻ ഡ്രാഗ് ചെയ്യുക. സ്ലൈഡർ അൺടൈറ്റിൽഡ് ഫോൾഡർ ഉപയോഗിക്കും. പാനൽ നിരീക്ഷിക്കുക. റെൻഡർ ഡ്രോപ്പ് ഡൗൺ, ഫിൽ, ലൈൻസ്, പോയിന്റ്സ് എന്നീ 3 ഓപ്ഷനുകൾ ഉണ്ട്. ഡിഫോൾട്ട് ആയി ഓർബിറ്റൽസ് ഫിൽ ആയി നൽകപ്പെടുന്നു. ലോബുകളുടെ നിറം മാറ്റുവാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് ഓപ്ഷനുകൾ എന്നതിന് സമീപമുള്ള കളർ ടാബുകളിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് കളർ ഡയലോഗ് ബോക്സ് തുറക്കുന്നു. തിരഞ്ഞെടുക്കുന്നതിന് ഏത് നിറത്തിലും ക്ലിക്ക് ചെയ്യുക. OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാനൽ നിരീക്ഷിക്കുക. ഓർബിറ്റലുകളുടെ നിറങ്ങൾ മാറിക്കഴിഞ്ഞു. ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക. സ്ട്രക്ചറിൽ നിന്ന് ഓർബിറ്റലുകൾ നീക്കം ചെയ്യുവാൻ ഡിസ്പ്ലേ ടൈപ്സിലെ സർഫസസ് ഓപ്ഷൻ അൺചെക്ക് ചെയ്യുക. വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് കാണുവാൻ വൈബ്രേഷൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. വൈബ്രേഷൻ വിൻഡോവിൽ ലിസ്റ്റിൽ ഏത് ഫ്രീക്വൻസിയും ക്ലിക്ക് ചെയ്യാം. വിൻഡോയുടെ ചുവടെയുള്ള സ്റ്റാർട്ട് അനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാനൽ നിരീക്ഷിക്കുക. CH ബോണ്ടുകൾ വ്യാപിപ്പിക്കുന്നതിന് അനിമേഷൻ അനിവാര്യമാണ്. നമുക്ക് ഈ സ്ട്രക്ചറിനായി IR സ്പെക്ട്രം കാണുവാൻ കഴിയും. ഷോ സ്പെക്ട്ര ക്ലിക്ക് ചെയ്യുക. സ്പെക്ട്ര വിഷ്വലൈസേഷൻ വിൻഡോ തുറക്കുന്നു. ബെൻസീൻ എന്നതിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് IR സ്പെക്ട്രം കാണിക്കുന്നു. ഒരു പുതിയ വിൻഡോ തുറക്കുക. ഗെയിംസ് പ്രോഗ്രാം ഉപയോഗിച്ച് വാട്ടർ മോളിക്യൂൾ സൃഷ്ടിക്കപ്പെട്ട ലോഗ് ഫയൽ തുറക്കുക. ലോഗ് ഫയൽ ഇൻഫർമേഷൻ, ഓർബിറ്റൽ ഇൻഫർമേഷൻ എന്നിവയുടെ സ്ട്രക്ചർ കാണിക്കുന്നു. ലിസ്റ്റിൽ നിന്ന് ഓർബിറ്റൽ എന്നതിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. പാനലിൽ ഓർബിറ്റൽ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഗെയിംസ് ആൻഡ് ഗോസിയൻ പോലുള്ള കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള ഇൻപുട്ട് ഫയലുകൾ തയ്യാറാക്കുക.
ബെൻസീൻ വാട്ടർ മോളിക്യൂളുകൾക്ക് വേണ്ടിയുള്ള മോളിക്യുലർ ഓർബിറ്റൽസ് കാണുക. ഗോസിയൻ എന്നതിൽ സൃഷ്ടിക്കപ്പെട്ട ലോഗ് ഫയലുകൾ ഉപയോഗിക്കുന്ന മോളിക്യൂളുകൾക്കായി കാൽക്കുലേറ്റഡ് IR സ്പെക്ട്രം കാണുക. അസൈൻമെന്റിനായി നൽകിയിരിക്കുന്ന കോഡ് ഫയലുകളിൽ നിന്ന് ബെൻസീൻ മോളിക്യൂളിന്റെ ലോഗ് ഫയൽ തുറക്കുക. മോളിക്യൂൾ ഓർബിറ്റൽ എന്ന ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഡിസ്പ്ലേ ചെയ്യുക. ലേബലുകളുടെ ഡിസ്പ്ലേയും കളറും മാറ്റുക. JPEG ഫോർമാറ്റിൽ ഇമേജ് സേവ് ചെയ്യുക. ഈ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ സംഭാവന ചെയ്തത് വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.